സംവരണത്തെക്കുറിച്ചുള്ള ബി.ജെ.പി. നേതാവ് കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ മന്ത്രി വി ശിവൻകുട്ടി. കെ സുരേന്ദ്രന്റെ പ്രസ്താവന പട്ടികജാതി വിഭാഗങ്ങളെ അവഗണിക്കുന്നതെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ഇത്തരം പ്രസ്താവനകൾ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മാനസ മനോജുണ്ട് വിവരങ്ങൾ നൽകാൻ. മാനസ, എന്താണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്? ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയൊക്കെ അതിലൊരു പ്രതികരണവുമായി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ ഈ പ്രചാരണങ്ങൾ, അതായത് എതിർപ്പുകൾ തുടരുകയാണോ പല കോണിൽ നിന്ന്? വർഷ, ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്ത സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അതായത് പട്ടികജാതി സംവരണ മണ്ഡലങ്ങളിൽ കേരളത്തിൽ ജയിച്ചു വരാനുള്ള അവസരം യഥാർത്ഥ പട്ടികജാതിക്കാർക്കില്ല. ഇടതും വലുതും ജയിപ്പിക്കുന്നവരിലധികവും നാമധാരി പട്ടികജാതിക്കാർ മാത്രം ആണ് എന്നാണ് കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ, അതിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ ഉൾപ്പെടെയുള്ള ഫോട്ടോകൾ പങ്കുവെച്ചായിരുന്നു ഇത്തരത്തിൽ ഒരു പരാമർശം ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരുന്നത്. ഇതിന് മറുപടിയായാണ് വിദ്യാഭ്യാസ മന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയും കൂടിയായ വി ശിവൻകുട്ടി രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ന്യൂനപക്ഷം അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ ചേർത്ത് പിടിച്ചുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാർ എന്നും സ്വീകരിച്ച് വരുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ കെ സുരേന്ദ്രന്റെ പരാമർശം അത് കേരളത്തിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം കൂടിയാണ് എന്ന് തന്നെയാണ് മന്ത്രി സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ, അതായത് ഒരു രാഷ്ട്രീയ നേതാവ്, മുൻ അധ്യക്ഷൻ കൂടിയായ ഒരു നേതാവ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തുന്നത് തന്നെ ആശ്ചര്യകരമായ ഒരു സംഭവമാണ്. അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയാണ്, അതായത് സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത കൂടി ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രസ്താവന കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ ഒരു ഘട്ടത്തിൽ കേരളത്തിൽ നടക്കുന്നത് ഒറ്റപ്പെട്ട സംഭവത്തെ പർവ്വതീകരിച്ച് കാണുകയാണ് ഈ ഇടതു സംഘടനകളൊക്കെയും എന്ന പരാമർശം കെ സുരേന്ദ്രൻ നടത്തിയിരുന്നു. അതായത് കേരളത്തിൽ ഇത്തരത്തിൽ നടക്കുന്നതൊക്കെയും തന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു മനോഭാവം കൂടി കെ സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ രീതിയിൽ, അതായത് നമുക്കറിയാം ക്രൈസ്തവ പ്രീണനം എത്രത്തോളമാണ് ബി.ജെ.പി. സർക്കാർ നടത്തുന്നത് എന്നത് വ്യക്തമായ കാര്യമാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത്, കസ്റ്റഡിയിൽ വെച്ചതും. ആ ഒരു ഘട്ടത്തിലാണ് കേരളത്തിൽ ഇത്തരത്തിൽ പട്ടികജാതി വർഗ്ഗക്കാരോട് ഈ നിലപാട്, അതായത് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച് വരുന്ന നിലപാട് തീർത്തും വേദനാജനകമാണ് എന്ന് കാണിക്കുന്ന രീതിയിൽ കെ സുരേന്ദ്രന്റെ പോസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇത് തീർത്തും തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു പ്രസ്താവനയാണ് എന്ന വ്യക്തതകൾ അല്ലെങ്കിൽ വസ്തുതകൾ ചൂണ്ടിക്കാട്ടിയുള്ള ഒരു ഫേസ്ബുക്ക് മറുപടി തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി നൽകിയിരിക്കുന്നത്. ഉടൻ തന്നെ മന്ത്രിയുടെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയുമുണ്ട്. അല്പസമയത്തിനകം മന്ത്രി പ്രതികരിച്ചേക്കാം എന്ന വിലയിരുത്തൽ തന്നെയാണ് ഉള്ളത്. എങ്കിൽ കൂടിയും ഇത്തരത്തിൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്ത അല്ലെങ്കിൽ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്ന കെ സുരേന്ദ്രന്റെ പരാമർശം തീർത്തും വേദന സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ബി.ജെ.പിയുടെ ഒരു മുൻ അധ്യക്ഷൻ കൂടിയാണ്. കേരളത്തിൽ ഇല്ലാത്ത ഒരു സാഹചര്യത്തെ അത് അങ്ങനെയാണ് കേരളം നടത്തുന്നത്, അല്ലെങ്കിൽ പട്ടികജാതി വർഗ്ഗക്കാരെ തീർത്തും അവഗണിക്കുന്ന ഒരു മനോഭാവമാണ് കേരള സർക്കാർ നടത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുത്തി തീർക്കുന്ന ഒരു മനഃപൂർവ്വം അത്തരത്തിലുള്ള ഒരു ബോധപൂർവ്വ ശ്രമമാണ് മുൻ അധ്യക്ഷൻ കൂടിയായ കെ സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ശക്തമായ രീതിയിൽ തന്നെ മന്ത്രി വി ശിവൻകുട്ടി ഇതിൽ മറുപടിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വർഷ.